ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഒരു വീട് അടുക്കും ചിട്ടയും ആയി മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒരാൾ മാത്രം വിചാരിച്ചാൽ പോലെ ആ കുടുംബത്തിലെ എല്ലാവരും ഒരുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം അല്ലേ? എന്നാലാണ് ആ കുടുംബത്തിലെ കാര്യങ്ങൾ അടുക്കും ചിട്ടയായി നല്ല വൃത്തിയായി ഒക്കെ പോകാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ സ്ത്രീ എന്നോ പുരുഷനെന്നോ അതിൽ ഭേദമില്ല. പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കണു, പുരുഷന്മാർ പുറത്ത് പോയിട്ട് വീട്ടിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണു, അതുപോലെ പുറം പണികളൊക്കെ ചെയ്യണു, അങ്ങനെയുള്ളൂ. ഇന്നിപ്പോൾ അങ്ങനെയല്ല. സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഒരുപോലെ കുടുംബം കൊണ്ട് നടക്കാനായിട്ട് ഒരുപോലെ അവർ പ്രവർത്തിക്കുന്നതാണ് അല്ലേ? അപ്പോൾ ഒരു കുടുംബം കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അതുപോലെ ഒരു വീട്ടമ്മയായിരിക്കും കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും അടുക്കും ചിട്ടയായിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിയന്ത്രണം അവർ തന്നെ ആയിരിക്കും അല്ലേ? കാരണം ആ ഒരു അമ്മ വീട്ടിലെ കാര്യങ്ങൾ വെച്ചാൽ ഒരു ഭക്ഷണം പാചകം ചെയ്യാനായിക്കോട്ടെ, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാനായിക്കോട്ടെ, അതുപോലെ വീട് ക്ലീനിങ് ആയിക്കോട്ടെ, എല്ലാം ഓരോ മുക്കും പോലും ആ ഒരു വീട്ടമ്മയ്ക്ക് അറിയാമല്ലേ? അപ്പോൾ പലചരക്ക് കഴിയുന്നതും അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണ സാധനങ്ങൾ എന്തൊക്കെയാണ് കഴിയുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വീട്ടിൽ പുരുഷന്മാരും അതൊക്കെ ശ്രദ്ധിക്കുന്നത് കൊണ്ട് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുണ്ട്. എന്നാൽ കൂടി നമ്മളൊരു വീട്ടമ്മയാണ് അതിന് മുൻകൈ എടുത്ത് ചെയ്യാമല്ലേ? അപ്പോൾ മക്കളോടാണെങ്കിലും അപ്പോൾ അവർ ചില നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവരും. നമ്മൾ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ പറയുമ്പോൾ അരുതുകൾ പറയുമ്പോൾ ചിലപ്പോൾ ചിലവർക്ക് ഇഷ്ടാവില്ല. എങ്കിലും കുടുംബം നന്നായി പോകണമെന്നുണ്ടെങ്കിൽ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളത് കേൾക്കുക വേണം. അപ്പോൾ അങ്ങനെ മക്കളുടെ വിവാഹമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആൺമക്കളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് പുതിയ നമ്മൾ വേറൊരു വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ പെൺകുട്ടിയെ നമ്മുടെ വീട്ടിലത്തെ ഒരു അംഗത്തിനെ പോലെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ മോളെ തന്നെ നമ്മൾ എത്രയൊക്കെ സ്നേഹിച്ച് കൊണ്ടു നടന്നാലും ചിലർ എന്ത് ചെയ്യും, ഇത് വന്ന് കയറിയ വീടാണ്, എൻ്റെ വീടല്ല, എൻ്റെ അച്ഛനല്ല, എൻ്റെ അമ്മയല്ല, ഇവർ പറയുന്നതൊന്നും എനിക്ക് കേൾക്കണ്ട, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യുള്ളൂ എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടികളുണ്ട് കേട്ടോ. അങ്ങനെയുള്ള കുട്ടികളുടെ കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവശ്യത്തിനും അനാവശ്യത്തിനും ദുർച്ചെലവ് കൂടുതലായിരിക്കും അവർക്ക്. കാരണം നമ്മൾ ഒരു വീട് എന്ന് പറഞ്ഞാൽ പിശുക്കത്തരല്ല. നമ്മൾ ഒരു വീട്ടിൽ നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോകുന്ന സമയത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകും ചിലപ്പോൾ അല്ലേ? ചിലപ്പോൾ നമ്മൾ ഒരു നേരം കറി നമ്മൾ ചിലപ്പോൾ കുറവായിരിക്കും. അപ്പോൾ ആ കറി എല്ലാവർക്കും കൂടി എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കൂല. അല്ലെങ്കിൽ വീണ്ടും ഒരു കറി ഉണ്ടാക്കണ്ടേ? അപ്പോൾ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടോ അല്ലെങ്കിൽ സാധനങ്ങളില്ലാതെ ആവില്ല. എന്നാലും ഒരു തിരിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകും അല്ലേ? അപ്പോൾ അങ്ങനെയൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല ഈ ഇങ്ങനെയുള്ള പെൺകുട്ടികൾക്ക് കേട്ടോ. അപ്പോൾ അതെന്താ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അറിയുന്ന ഒരു വീട്ടിൽ പോയ സമയത്ത് അവരുടെ വീട്ടിൽ മരുമകളുണ്ട്. അപ്പോൾ അവർ മരുമകളോടും ഒന്നും പറയില്ല, മരുമകൾ ഇവരോടും ഒന്നും പറയുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളത് പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലും നമ്മൾ കുറച്ച് സമയം അവിടെ ചിലവഴിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അതെന്താ എന്ന് വെച്ച് കഴിഞ്ഞ് മരുമകൾ അങ്ങോട്ട് അവരുടെ റൂമിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഈ അമ്മ എന്നോട് പറഞ്ഞു, കുട്ടിക്ക് കൊടുക്കാനാന്ന് പറഞ്ഞിട്ട് എന്താണ്, അയ്യോ ഞാൻ എൻ്റെ പേര് മറന്നുപോയി കേട്ടോ. സെറിലാക്ക്, ഞാൻ പെട്ടെന്ന് പേര് മറന്നുപോയി. സെറിലാക്ക് അങ്ങോട്ട് എടുത്തങ്ങോട്ട് കലക്കിയിട്ട് അത് കുട്ടി കഴിച്ചില്ല. എന്നിട്ട് അതവിടെ അടച്ചു വെച്ചേക്കുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് ഇനി അത് കൊടുക്കുമോ, ഇനി ഇത്ര സമയമായി, ഇനി അത് കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ അത് കളയാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ കലക്കേണ്ട ആവശ്യമില്ലല്ലോ, കുറച്ച് 1-2 സ്പൂൺ എടുത്ത് കലക്കി കുട്ടി കഴിക്കുകയാണെങ്കിൽ പിന്നെയും എടുക്കാമല്ലോ എന്ന് ചോദിച്ചപ്പോൾ അതെനിക്ക് തെറ്റായിട്ട് തോന്നിയില്ല. കാരണം ഈ സെറിലാക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു ടിന്ന് വാങ്ങിക്കുമ്പോൾ അത്യാവശ്യം വില ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ആ ഒരു ടിന്ന് വാങ്ങിക്കുമ്പോൾ അത് വാങ്ങിച്ചിട്ട് ഈ കുട്ടിക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ അത് കലക്കി വെച്ചു. കുട്ടി 1-2 നമുക്ക് അതിന് മുന്നേ കുട്ടി എന്തെങ്കിലും ഭക്ഷണം കഴിക്കുകയോ പാല് കുടിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് വിശപ്പുണ്ടാവില്ല. അപ്പോൾ അവർ കഴിക്കില്ല. അല്ലെങ്കിൽ അവരവരുടെ കളികളിൽ ഏർപ്പെടുമ്പോൾ ചിലപ്പോൾ ചില കുട്ടികൾ കഴിക്കില്ല. അപ്പോൾ ഇത്ര മാത്രം കലക്കിയിട്ട് അതാ കുട്ടി കഴിക്കാതിരുന്നു, ഒട്ടും കഴിച്ചില്ല. അപ്പോൾ അതവിടെ അടച്ചു വെച്ചു. ഇനി കുറച്ച് സമയം കഴിഞ്ഞ് അത് കൊടുക്കാൻ പറ്റില്ല. ശരിക്കും അത് കളയുമ്പോൾ അത്രയും നമുക്ക് ഒരു ഡബയിൽ നിന്ന് ഒരു 4 സ്പൂൺ പോകുന്ന പിന്നെ ഒന്നുമില്ല അല്ലേ? പെട്ടെന്ന് കഴിയും. അപ്പോൾ അതവർ പറയുന്നത് തെറ്റായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ 1-2 പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡബ വേഗം കാലിയാവും. അപ്പോൾ അവർ പറഞ്ഞു, ഇത് ഞാൻ ഇനിയിപ്പോൾ ഒന്നും പറയണില്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അത് കുറ്റാവും, അതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല, കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു. അപ്പോൾ എനിക്ക് തോന്നി ശരിയാണ്, കുറേ പേര് അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് അവർ കഴിക്കോ ഇല്ലയെന്ന് നമുക്ക് അറിയില്ല അല്ലേ? ചില സമയം നമ്മൾ കഴിക്കാൻ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ നന്നായി കഴിക്കും. ചില സമയത്ത് അവർ കഴിക്കാൻ മടി കാണിക്കും. എങ്ങനെയാണ് അല്ലെങ്കിൽ ഏതാണ് അവരുടെ മൂഡ് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ചെടുത്തിട്ട് അവർ കഴിക്കുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ മെല്ലെ പോയിട്ട് എടുക്കാം അല്ലേ? ഇവിടെ ഞങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കേട്ടോ.
അപ്പോൾ നമ്മൾ പിന്നെ എടുത്തിട്ട് ആക്കാം. അപ്പോൾ നാശമാവൂലേ, വെറുതെ നശിപ്പിച്ച് കളയും വേണ്ട, കുട്ടികൾക്ക് വയലിലേക്ക് എത്തുകയും ചെയ്തു. അപ്പോൾ അവരോട് നമ്മൾ ഓരോന്നൊക്കെ പറഞ്ഞു കൊടുത്ത് കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് ഇരുത്തിയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കഴിക്കും. അപ്പോൾ ഇപ്പോൾ ഉള്ളവരെന്ത് ചെയ്യിച്ചാൽ ഭക്ഷണം കൊടുക്കുന്നതിന് മുൻപ് ആദ്യം കാർട്ടൂൺ വെച്ച് കൊടുക്കും. അപ്പോൾ ചില കുട്ടികൾ വയററിയാതെ കഴിക്കും. എങ്ങനെ വെച്ചാൽ ഈ കാർട്ടൂൺ കാണുമ്പോൾ അവർക്ക് വായിൽ കൊടുക്കുമ്പോൾ അവർ വായ പൊളിക്കും. അങ്ങനെ നമ്മൾ ഭക്ഷണം കൊടുക്കും. അവർ വിശന്നിട്ടോ അല്ലെങ്കിൽ അവർ മനസ്സറിഞ്ഞിട്ടോ അല്ല ഭക്ഷണം കഴിക്കുന്നത്. അത് വയററിയാതെ ഈ കാർട്ടൂണിൽ മുഴുവൻ ശ്രദ്ധയാകുമ്പോൾ അറിയാതെ വായ പൊളിച്ച് പോകുകയാണല്ലേ. അങ്ങനെ വായ പൊളിച്ച് പോകുമ്പോൾ നമ്മളിതിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക, അവരിങ്ങനെ വായ പൊളിച്ചിരിക്കുക. കുട്ടിക്ക് മതിയെന്ന് പറയാനും അറിയണില്ല, അല്ലെങ്കിൽ ഒന്നും അറിയാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഈ കാർട്ടൂൺ നമ്മൾ കാണിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ് കുട്ടികൾക്ക് കേട്ടോ. കുട്ടികൾ അതിന് അഡിക്റ്റ് ആവുന്നത് മാത്രമല്ല, ചെറുപ്പം മുതലേ അവരുടെ കണ്ണിന് ഇതിൻ്റെ ഈ വെളിച്ചം കാര്യങ്ങളും കണ്ണിലേക്ക് അടിച്ചടിച്ചിട്ട് അത് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ കണ്ണിനും ബുദ്ധിമുട്ട് വരും. പിന്നെ ഇവർക്ക് മറ്റുള്ളവരായിട്ട് വളർന്നു വരുംതോറും മറ്റുള്ളവരായിട്ട് ഇടപഴകാനോ അല്ലെങ്കിൽ മറ്റു കുട്ടികളുടെ കൂട്ടത്തിൽ കളിക്കാനോ ഇവർക്ക് താല്പര്യം ഉണ്ടാവില്ല. കാരണം ഇവർക്ക് ഈ കാർട്ടൂൺ മതി. കാർട്ടൂണാണ് ഇവരുടെ ലോകം. ഭക്ഷണം കഴിക്കാനാണെങ്കിലും പാല് കുടിക്കാനാണെങ്കിലും വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും കാർട്ടൂൺ. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും വേറെ ബുദ്ധിമുട്ടില്ല. കാരണം ഈ കാർട്ടൂണാണ് വെച്ച് കൊടുത്താൽ ഏത് സ്ഥലത്തേക്കല്ല എവിടെ പോകണമെങ്കിലും ഏത് തെക്കും തിരക്കാണെന്നുണ്ടെങ്കിലും ഇതങ്ങോട്ട് വെച്ച് കൊടുത്ത് ഇരുത്തി കഴിഞ്ഞാൽ കുട്ടി അവിടെ ഇരുന്നോളും. അച്ഛനും അമ്മയ്ക്ക് ബുദ്ധിമുട്ടില്ല, ആരായിട്ട് ഇടപഴകാനും ബുദ്ധിമുട്ടില്ല, അവർക്കും അവരുടേതായ ലോകത്തിലിരിക്കാം. ഇപ്പം ജോലിയൊക്കെ ഉള്ള അച്ഛനും അമ്മയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് മൊബൈൽ നോക്കിയിട്ടോ വായിച്ചിട്ടോ അല്ലെങ്കിൽ അവർ ആരെങ്കിലും ഫോണിൽ വിളിച്ച് സംസാരിക്കുക ഒക്കെ ചെയ്യാം അല്ലേ, ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ കുട്ടികളെ അവിടെ വഷളാക്കി കൊണ്ടുവരുന്നത് ഈ അമ്മയാണ് അല്ലെങ്കിൽ ഈ അച്ഛനാണ് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ മുതിർന്നവരാണെന്നുണ്ടെങ്കിലും നമ്മൾ ആദ്യം കുറച്ച് ഭക്ഷണം എടുക്കാം. നമ്മുടെ വീട്ടിലല്ലേ നമ്മൾ ഭക്ഷണം എടുക്കും. നമ്മുടെ വീട്ടിൽ നിന്നല്ല, നമ്മൾ പുറത്ത് പോയാലും അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ കുട്ടികൾക്കാണെന്നെങ്കിലും നമ്മൾ പുറത്ത് പോയാലും ഇതുപോലെ ആദ്യം കുറച്ചെടുത്തിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിച്ചാൽ മതി കേട്ടോ. ഭക്ഷണമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ വാങ്ങിച്ച് കൊടുത്താൽ മതി. നമ്മൾ ഒന്നിച്ച് അത് കുറേ എടുത്തിട്ട് അത് നശിപ്പിച്ച് കളയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, കുട്ടികൾക്ക് കഴിക്കുന്ന കുട്ടികളാകുമ്പോൾ കാർട്ടൂൺ കണ്ടിട്ട് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും, അല്ലാത്തവർ കഴിക്കില്ല. പക്ഷേ ഈ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം കൂടുതൽ അളവെടുത്ത് കഴിഞ്ഞിട്ട് അത് നമ്മൾ മിക്സ് ചെയ്തു കുട്ടിക്ക് കൊടുത്ത് കുട്ടി കഴിച്ചില്ല വെച്ചാൽ പിന്നെ അത് വെറുതെ വേസ്റ്റാക്കി കളയണം. പിന്നീട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അടച്ചു വെക്കും. പക്ഷേ പിന്നീട് ആരെങ്കിലും കൊടുക്കാൻ ഞാൻ കണ്ടിട്ടില്ല കൊടുക്കുന്നത്. അത് പിന്നെ വെറുതെ വേസ്റ്റിലേക്ക് ഇടുകയുള്ളൂ. അപ്പോൾ അത് നശിച്ചു പോയി, ആ ഭക്ഷണം വെറുതെ നശിച്ചു പോയി. അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ തൈരോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുട്ടികൾക്ക് കൂട്ടുന്ന സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരുപാട് കൂട്ടിയിട്ടൊക്കെ ആയിരിക്കും ഇത് ആക്കിയിട്ടുണ്ടാവുക. അങ്ങനെ അത് നശിച്ചു പോവും. പിന്നെ വലിയവർക്കാണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരു സാധനം കണ്ടാൽ നമുക്ക് ഇഷ്ടം തോന്നി അല്ലെങ്കിൽ ഒരു കൊതി തോന്നും ചിലർക്ക് അല്ലേ. അങ്ങനെ തോന്നിയിട്ട് കോരി അങ്ങോട്ട് എടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട, വയറ്റിലേക്ക് ചെല്ലണില്ല, അല്ലെങ്കിൽ നമുക്കൊരു മടുപ്പ് തോന്നിയിട്ട് വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നീളം വലിയുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഈ സാധനം ഇവിടെ വേസ്റ്റായി. അപ്പോൾ ഇത് അവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്നെങ്കിൽ കുറച്ച് കഴിഞ്ഞ് അല്ലെങ്കിൽ രാത്രിയിലേക്കോ അല്ലെങ്കിൽ അത് ഇപ്പൊക്കെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ഉപയോഗിക്കില്ല, അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. വെറുതെ നശിപ്പിച്ച് കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലേ. ഇപ്പോൾ ചിക്കൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രത്യേക കറികളായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭക്ഷണങ്ങൾ, അപ്പോൾ നമുക്കത് ഇഷ്ടം തോന്നി വെച്ചിട്ട് നമ്മളങ്ങോട്ട് ഒന്നിച്ചങ്ങോട്ട് കോരി എടുത്തിട്ട് അങ്ങനെ പലരും ഞാൻ കണ്ടിട്ട് വേസ്റ്റ് ആക്കിയിട്ട് വെറുതെ കളയുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയങ്ങളിൽ ആ പെൺകുട്ടികൾ, ഇപ്പോൾ ഈ പെൺകുട്ടികളാണിത് ചെയ്യുന്നത് കേട്ടോ. കുട്ടികളുടെ ചെറിയ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന അമ്മമാരും അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിലും അപ്പോൾ ഈ സമയം അമ്മമാർ, ആ വീട്ടിലെ വീട്ടമ്മമാർ എന്ത് പറയും, കുട്ടികൾക്ക് കുറച്ചെടുത്താൽ പോരെ, അതെടുത്തിട്ട് കഴിക്കിച്ച കൊടുത്താൽ പോരെ, അല്ലെങ്കിൽ നിനക്കിത് ഇത്ര വെറുതെ വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമുണ്ടോ, ആവശ്യം ഉണ്ടെങ്കിൽ പിന്നെ എടുക്കാമല്ലോ, നമ്മുടെ വീടല്ലേ ചോദിച്ചാൽ അവർക്ക് പിടിക്കില്ല. അപ്പോൾ അവർ പറയും പിന്നെ അത് കഴിക്കുന്നു വിചാരിച്ചിട്ട് എടുത്തു, അല്ലെങ്കിൽ കുട്ടി അത് കഴിക്കുന്നു വിചാരിച്ചിട്ട് എടുത്തു, അതുകൊണ്ട് എടുത്തതാണ്, അങ്ങനെയാണെന്ന് പറയും. അപ്പോൾ അത് വീട്ടമ്മ, ആ അമ്മ പറയുന്നത് അതൊരു അമ്മായിമ്മ പോരല്ല. കാരണം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചിലപ്പോൾ ആ ഒരു തരിക കൊണ്ടായിരിക്കാം നമുക്ക് പോരായ്മ വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഇപ്പോൾ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അതുകൊണ്ടായിരിക്കും നമുക്ക് പോരായ്മ വരുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ഈ അമ്മമാർക്ക് അത് ബുദ്ധിമുട്ട് ഉണ്ടാക്കി വരണ്ടേ. അപ്പോൾ പിന്നെ മാത്രമല്ല വെറുതെ നശിപ്പിച്ച് കളഞ്ഞ ആ സാധനം ഉണ്ടെങ്കിൽ ഒരാൾക്ക് കഴിക്കാനുള്ളതുണ്ടാവും. അപ്പോൾ അത് വെറുതെ കളയും വേണ്ട. അപ്പോൾ അത് പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികൾ എന്ത് പറയുന്നറിയോ, അതേ ആവശ്യമുണ്ടെങ്കിൽ അത് കഴിക്കുക, നമുക്ക് പിശുക്കത്ര പിടിച്ചിട്ട് കഴിക്കൊന്നും വേണ്ട, നമ്മുടെ ആവശ്യത്തിന് കഴിക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ ഹോട്ടലുകളുണ്ട് ഓർഡർ കൊടുക്കാമെന്ന് പറയും ഇന്നത്തെ കുട്ടികൾ, അല്ലെങ്കിൽ എന്താ സ്വിഗ്ഗി ഉണ്ട് ഓർഡർ കൊടുക്കാം എന്ന് പറയും. അപ്പോൾ ഓർഡർ കൊടുക്കുന്നതോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ഭക്ഷണം എത്തുന്നതോ അല്ല, നമുക്കത് എങ്ങനെ വേണമെങ്കിൽ ആവാം. അല്ലെങ്കിൽ ഒരു നേരം നമുക്ക് വീട്ടിലുണ്ടാക്കാതെ ഇതുപോലെ ഓർഡർ കൊടുത്തിട്ട് നമുക്ക് കഴിച്ചൂടെ, അത് എപ്പോഴെങ്കിലൊക്കെ ഒരു സന്തോഷമല്ലേ. പക്ഷേ ഇങ്ങനെ നശിപ്പിച്ച് കളഞ്ഞിട്ട് വേണ്ടല്ലോ അല്ലേ. ഇതൊരു പിശുക്കത്തരല്ല, ഇതൊരു പിശുക്കത്തരായിട്ട് എനിക്കും തോന്നുന്നില്ല കേട്ടോ.
കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു തരി അല്ലെങ്കിൽ ഒരു തരി കുറവേ ഉണ്ടാവുള്ളൂ വെച്ചിട്ട് അതിന് വീണ്ടും നമ്മൾ ഉണ്ടാക്കാൻ നിൽക്കണ്ടേ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് പറയുന്നുണ്ടാവുക. പക്ഷെ ആ അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് പിശുക്കത്തരം കൊണ്ടല്ല, നമുക്ക് ആ കുറച്ച് ഉള്ളത് കൊണ്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് കഴിക്കാൻ പറ്റും അല്ലെങ്കിൽ മതിയാകും എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു തരി കുറഞ്ഞാലും കുഴപ്പമില്ല. മിക്കവാറും വീട്ടമ്മമാരായിരിക്കും, അമ്മമാരായിരിക്കും എല്ലാറ്റിലും ഭക്ഷണം ആണെങ്കിലും എന്താണെങ്കിലും വേണ്ടെന്ന് വെക്കുന്ന ആൾക്കാർ. അവർ രാവിലെ തൊട്ടിട്ട് കഷ്ടപ്പെട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ ഇനി തികഞ്ഞില്ലെങ്കിലോ വെച്ചിട്ട് അവരാണ് പിന്നാക്കം എപ്പോഴും നിൽക്കുക. ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള കാര്യം അത് കേട്ടോ. അമ്മമാരാണ് പിന്നാക്കം നിൽക്കുക. അവർക്ക് ചിലപ്പോൾ നല്ല സ്വാദുള്ള ഭക്ഷണം അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ആയിരിക്കാം, പക്ഷേ മറ്റുള്ളവർ കഴിച്ചോട്ടെ, അവരുടെ കഴിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ ഞാൻ കഴിക്കാം എന്ന് ചിന്തിച്ച് മാറി നിൽക്കുക ഈ അമ്മമാരായിരിക്കും. അത് പിശുക്കത്തരം കൊണ്ടല്ല. നമ്മൾ ഒരു സാധനം ഉണ്ടാക്കിയപ്പോൾ അളവനുസരിച്ച് കറക്റ്റ് അളവനുസരിച്ച് നമുക്ക് ഉണ്ടാക്കാൻ കൂട്ടിയാൽ പറ്റില്ലല്ലോ. അപ്പോൾ ഉണ്ടാക്കുന്നതിന് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തിട്ട് കഴിക്കുക. അപ്പോൾ എല്ലാവർക്കും എത്തും ചെയ്തു, ആർക്കും ബുദ്ധിമുട്ടുമില്ല അല്ലേ. അത് പിശുക്കത്തരോ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടിയിട്ടോ അല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതൊരു അമ്മായിമ്മ പോരായിട്ടോ അല്ലെങ്കിൽ ഇതൊരു പിശുക്കത്തരമായിട്ടോ വീട്ടിൽ സാധനങ്ങൾ ഇല്ലാതെ ആയിട്ടോ കണക്കൂട്ടാനായിട്ട് പറ്റില്ല. നമ്മൾ എത്ര സാമ്പത്തികമുള്ളവരാണെന്നുണ്ടെങ്കിലും അന്നല്ലേ, ഞാൻ അത് കളയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല കേട്ടോ. നമ്മൾ ഭക്ഷണം കളയുന്നതിനോട് നമുക്ക് താല്പര്യമില്ല എന്ന് വെച്ചാൽ നമ്മൾ അധികമാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കൂടുതൽ ദിവസം ഉപയോഗിക്കാൻ ഞാൻ ചിന്തിക്കാറില്ല. അപ്പോൾ അതൊരു നഷ്ടമായിട്ട് ഞാൻ കണക്കൂട്ടാറില്ല. ഇവിടെയൊക്കെ എന്നോട് ഏട്ടൻ അങ്ങനെ പറയാറ്, നീ അതൊരു നഷ്ടമായിട്ട് കണക്കൂട്ടണ്ട, കാരണം പിന്നീട് രോഗം വന്നാൽ ചിലപ്പോൾ അതിൻ്റെ ഇരട്ടി നമ്മൾ ചിലവാക്കേണ്ടി വരും. അപ്പോൾ ഞാനതിൽ ഭക്ഷണം കളയുന്നതിനോട് ഞാൻ ഇത് പറയില്ല. കാരണം എന്താ വെച്ചാൽ അതൊരു വേസ്റ്റായി പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ രോഗങ്ങൾ വരാതിരിക്കാനായിട്ട് നല്ലത് നമ്മളങ്ങനെ ചെയ്യാണ്. അപ്പോൾ ഇത് പിശുക്കത്തരോ അല്ലെങ്കിൽ അമ്മായിമ്മ പോരോ അല്ല. ഇത് അമ്മായിമ്മ പോരായിട്ട് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ആ അമ്മായിമ്മയുടെ ഇഷ്ടമില്ലാണ്ട് ഒന്നും എടുക്കാൻ പാടില്ല, എന്തെടുത്താലും കുറ്റാണ്, ഏതെടുത്താലും കുറ്റാണ്, പിന്നെ അങ്ങനെ കഴിക്കാൻ പാടില്ല, അങ്ങനെ കഴിക്കും. ഇതൊന്നും കഴിക്കുന്നതിന് കണക്ക് പറയുമോ അല്ലെങ്കിൽ എടുക്കുന്നതിന് നമ്മൾ കുറ്റം പറയുമോ? ഒന്നും അല്ല കേട്ടോ. ഇതൊക്കെ നമ്മളൊരു വീടാവുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഇന്നത്തെ കുട്ടികൾ പറയും പൈസ ഉണ്ടെങ്കിൽ ഓർഡർ കൊടുക്കാമെന്ന് പറയും. ഈ പൈസ ഉണ്ട് ഓർഡർ കൊടുക്കാമെന്ന് പറഞ്ഞാൽ എത്ര കുന്നുകൂടിയ പണം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ഒരു ചെറിയ പനി വന്നാൽ മതി, അതിൽ നിന്ന് എടുക്കുമ്പോൾ കുന്നാണെങ്കിലും അത് തീരുന്നത് അറിയില്ല. അപ്പോൾ നമ്മൾ പണത്തിനൊക്കെ നമ്മൾ വില കൽപ്പിക്കുന്ന വേണം അല്ലേ. പണം ഉണ്ട് വെച്ചിട്ട് നമ്മൾ അല്ലെങ്കിൽ എനിക്ക് ഇത്ര രൂപ ശമ്പളം ഉണ്ട്, എനിക്കിനി താഴോട്ട് പോയിട്ട് ജീവിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ താഴോട്ട് പോയി ജീവിക്കണമെന്നോ നമ്മൾ പണം എറിഞ്ഞ് കളിക്കണമെന്നോ നമ്മളൊന്നും പറയണില്ല. നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടെ നമ്മൾ ജീവിച്ച വഴി മറക്കരുത് അല്ലേ, അങ്ങനെ നമ്മൾ പോകണം. അപ്പോൾ ഇങ്ങനെ പലരും പറയുന്നത് കേട്ടത് കൊണ്ട് എനിക്കതൊന്ന് പങ്കുവെക്കണം തോന്നി. ഇങ്ങനെ ഒരു അമ്മ എന്നോട് സംസാരിച്ചപ്പോൾ എനിക്കത് ശരിയായി തോന്നി. അതുകൊണ്ട് ഞാനിന്ന് ഈ കാര്യങ്ങളൊന്ന് പങ്കുവെച്ചെന്ന് മാത്രം. ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സീ യു.